സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് മച്ചാൻ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, ഇത് ഞാൻ ഓൾറെഡി ഈ ഒരു ഇൻട്രോ എടുക്കുന്നത് നമ്മുടെ ഈ ഒരു ഡിവിഷൻ മാച്ച് കഴിഞ്ഞതിന് ശേഷമാണ് മച്ചാൻ. ഇന്നത്തെ ഒരു മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, നിങ്ങൾക്ക് ഞാൻ പ്രതീക്ഷിച്ചു പോയില്ല ഗൈസ്. ഏകദേശം 3100 എത്ര റാങ്കുള്ള ഒരു ഒപ്പോണന്റ് വന്നു. അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ നമ്മളൊരു ചലഞ്ച് ഭാഗമായിട്ടായിരുന്നു കളിച്ച ഈ ഒരു ഡിവിഷൻ മാച്ച്. അതായത് ഗൈസ്, നമുക്ക് ഇത്രയും നാളും ആദ്യമായിട്ട് ഒരു ടെസ്റ്റ് പോലും നടത്തിയിട്ടില്ലായിരുന്നു. അതായത് നമ്മുടെ ഗെയിം ഇതുണ്ടല്ലോ ഗൈസ്, നമ്മുടെ പ്ലെയർ ഓഫ് ദ ഡേയിൽ കിട്ടി ഇത്രയും ദിവസത്തെ കാർഡുകൾ ഇന്നലെ വരെ ഉണ്ടായിരുന്നു. എനിക്ക് കിട്ടിയ ഓരോ കാർഡുകളും ഞാൻ ഓരോ നമ്മുടെ പഴയ സ്ക്വാഡിൽ നിന്നല്ലാണ്ട് ഓരോ പ്ലെയറിനെ മാറ്റി മാറ്റി, അതായത് ഇപ്പോൾ ഒലിവർഗാനാണെങ്കിൽ ഒലിവർഗാറിന് പകരം ഇന്നലെ കിട്ടിയ നമ്മുടെ ആ ഗോളിന് ഇതിലോട്ട് ഇട്ടു. അതുപോലെ ഓരോ പ്ലേയേഴ്സിനും ഞാൻ ഗെയിം സ്ക്വാഡ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു മാച്ച് ആയിരുന്നു ഗൈസ്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതിപ്പോ എങ്ങനെ പറയാം, നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മച്ചാൻ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ നിങ്ങൾ ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക. കാരണം നെറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിക്കുണ്ട്. പക്ഷെ നമ്മൾ മാത്രം ഷോട്ട് എടുക്കുമ്പോൾ അവിടെ ഒരു ബഗ് കാണിച്ചിട്ട് എന്ന് വെച്ചാൽ ഓപ്പൺ ജയിപ്പിച്ചെന്നല്ല ഗൈസ്, നല്ല രീതിക്കുള്ളൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ സ്ക്രിപ്റ്റ് ആണോ എന്ന് അറിയില്ല. നിങ്ങൾക്ക് എന്തായാലും കണ്ടാൽ പിടുത്തം കിട്ടും. അപ്പൊ മച്ചാവരെ നിങ്ങൾ എന്തായാലും നേരെ വീഡിയോ കണ്ടിട്ട് വരും ഗൈസ്. ഗൈസ്, അപ്പൊ നമ്മുടെ ഒപ്പോണ്ട് വന്നിട്ട് ഇതാണ് നമ്മുടെ ഒപ്പോണ്ട് വന്നിരിക്കുന്നത്. എന്തായാലും ഒരു കിടലിന്റെ ഒപ്പോണ്ട് ആയിരിക്കും. ഈ ഫുട്ബോൾ ഏതാണ് ഒപ്പോണിന്റെ ഡിവിഷൻ മാച്ചിന്റെ പേര് ഗൈസ്. അപ്പം എങ്ങനെ ഉണ്ടാവുന്ന അറിയില്ല ഗൈസ്. ഞാൻ നമ്മുടെ ജേഴ്സിയും കാര്യങ്ങളൊന്നും മാറ്റി. എല്ലാ പ്രാവശ്യത്തെയും പോലെ അല്ല ഗൈസ്, നമ്മുടെ ബാർസലോണന്റെ ഇതില്ല ഗൈസ്, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ ഇത് വെച്ച് കളിക്കാന്ന് വിചാരിക്കുന്നത്. കൂമനൊക്കെ ഉണ്ടല്ലോ ഗൈസ്, ജർമ്മനി ഒപ്പോണന്റ് ആണ്. വീഡിയോ ഒക്കെ റെക്കോർഡാണ് ഗൈസ്. അപ്പൊ 4-3-1 തന്നെയാണ് മുച്ചാമര. അപ്പൊ ഗൈസ്, ഇതാണ് നിലവിൽ നമ്മുടെ സ്ക്വാഡ്. ഇത് എങ്ങനെ ഉണ്ടാവും അറിയില്ല. കാരണം ശരിക്കും നമുക്കൊരു ട്രയൽ നടത്തിയിട്ട് ഇറക്കിയാൽ മതിയായിരുന്നു ഗൈസ്. ഓർലാൻഡ് എന്ന് പറഞ്ഞ ജിക്ക് നമുക്ക് നമ്മുടെ ഈ ജിക്കിനെക്കാട്ടും അത്യാവശ്യം റേറ്റിംഗ് ഉണ്ട്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ പെപ്പെ പിന്നെ നിൽസണിനെ ഇറക്കിയിട്ടുണ്ട് നമ്മൾ ഗൈസ്. AMF അടിപൊളി ഗൈസ്. അപ്പൊ ഒരു ക്വിക്ക് കൗണ്ടർ ഓപ്പോണന്റ് ആണ് ഗൈസ് നമുക്ക് വന്നിരിക്കുന്നത്. ഓഷിയ, സ്മൈക്കിള്, കെന്നമാരോ, കോമൻ, ജെറാഡ്, കോഡിയകള്, ബാഗിയ, റോണി, സുര, റൊമേരിയോ, അപ്പൊ സാവിയോളെ, പിന്നെ നമ്മുടെ ഗോഡ് ഓഫ് മെസ്സി പയ്യൻ മറ്റേ പുള്ളിക്കാരൻ ഇറക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. അപ്പൊ എന്തായാലും ഇതൊരു കിടില മാച്ച് ആയിരിക്കും. എങ്ങനെ ഉണ്ടാവുന്ന അറിയില്ല. എന്തായാലും നമുക്ക് നേരെ ഡിവിഷൻ മാച്ചിലോട്ട് നോക്കാം. പിന്നെ ഗൈസ്, വേറൊരു പ്രശ്നം എന്താ വെച്ചാല് മാനേജറിന്റെ അല്ല സീന്. ഇപ്പം ചെറിയൊരു സ്റ്റെക്ക് വരുന്നുണ്ട്. സ്റ്റെക്കും അല്ല ഈ സീന്. കാരണം ഈ ഓരോ പ്ലേയേഴ്സ് എങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിയില്ല. സംഭവം സ്പീഡായാലും പിന്നെ ഫസ്റ്റ് ട്രൈയിങ് ആണ് നമ്മുടെ ഡിവിഷൻ മാച്ചിൽ. അപ്പൊ ഇതാണ് നമ്മുടെ ഒപ്പോണിന്റെ പേര് ഈ ഫുട്ബോൾ എന്നാണ്. അപ്പൊ എന്തായാലും ഞാൻ ഓൾറെഡി നമ്മുടെ സെയിം ആസ് മൈ ഫിൽറ്റർ തന്നെ ഇട്ടേക്കുന്നത്. അതുകൊണ്ട് പക്ഷെ എന്നാലും കേസ് ഇടയ്ക്ക് അങ്ങനെ വരുന്നത് എന്താണെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. സുര ടു നമ്മുടെ റൈഗാഡ് ടു തുടങ്ങിയ പരിപാടി ടോണിയാടോ ഗൈസ്. ഇതാണ് സ്റ്റെക്ക് പോകേണ്ട ഇത് ഗൈസ്. റൈഗാഡിലേക്ക് പോകണ്ടു. പക്ഷെ ജെറാഡ് എടുത്തു. റോണി ഗൈസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ മൊക്കേന, ആംഗലോവ, നിൽസൺ ആംഗലോ, ഇതാണ് ഗൈസ് നമ്മുടെ കാർഡിന്റെ പേര്. ഓക്കെ, ഊമൻ എടുത്തു ഗൈസ്. നടന്നില്ല. ഞാൻ അവിടെ ഒരു ത്രൂ പാസ് കൊടുക്കാൻ നോക്കിയാണ്. കോണിയഗ്ലു, ചമരട, സുര, അയ്യോ പോയി. റോണി 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 പോയി 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 പോയി. ഇതാണ് ഗൈസ് പ്രശ്നം. ചേടാ അതാ പഴയ സ്കോറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോ അടിക്കില്ലായിരുന്നു ഒന്നൊരു ഗോള് ഗൈസ്. അപ്പൊ റൈഗാഡ് ടു നമ്മുടെ ആംഗോലോ, സുര ഗൈസ്. അപ്പൊ മെസ്സി തിരിയട്ടെ. ഓക്കെ, മെസ്സി വെർമലിനെടുത്തു ഗൈസ്. എടുത്തിട്ടുണ്ട് മച്ചാമരെ നമ്മുടെ പെപ്പെ. ഗൈസ്, ഡ്രാഗൺ സ്റ്റോവിക്കിന് കേട്ടോ മച്ചാമര ഇറക്കിയ ഗൈസ്. ഒപ്പോണന്റ് ഗൈസ് ഓട്ട എന്തോ പോകുന്നുണ്ട്. എടാ അതൊന്ന് പിടിക്കണേ. റൈഗാഡ് ഗൈസ് ഓൾറെഡി എന്താ വെച്ചാൽ നമ്മള് എനിക്ക് തോന്നുന്നു 6 മാച്ച് കറക്റ്റ് വിൻ ചെയ്ത് വരികയാണ്. ഒരെണ്ണങ്ങാട്ട് ഡ്രോയോ ലോസ് അങ്ങനെ അടിച്ചിട്ടുള്ളതേ പോകും ഗൈസ്. അപ്പൊ കോർണർ അവർക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഒപ്പോണന്റ് ഗൈസ്. എടാ നമ്മുടെ ഗോളി വലിയ കുഴപ്പമില്ലല്ലേ. ഫസ്റ്റ് ഇംപ്രഷനാണ് ഗൈസ് എല്ലാത്തിന്റെയും. ടോണി ഒക്കെ റോബോട്ടോ കാർലോസ് അത് ക്ലിയർ ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഗൈസ്. റോഡി വീണ്ടും ഗൈസ്. റോഡിയാണ് നമ്മുടെ ട്രഷർ ലിങ്കിന്റെ 3ാമത്തെ ഇതിനകത്ത് വരുന്നത് കേൾക്കുന്നുണ്ട്. അല്ല, വരുന്നതല്ല, കൺഫേം ആണ്. ജനുവരി 26 നമുക്ക് അറിയാൻ പറ്റും. സ്റ്റോയിച്ച്കോവിക്ക് ഷെടാ ഇവന്മാര് പറത്തി. അതാ ബെക്കംബർ ഗൈസ്. അതെന്തോ ഭാഗ്യത്തിന് നമുക്ക് പോയതാണ്. കെന്നമേരെ എടുക്കും ഗൈസ്. സുര ഗൈസ്, ബീട്രസ് മൈക്കിള്, പിന്നെ വെർമലൻ ഗൈസ് കിട്ടിയിട്ടുണ്ട്. മെസ്സി അതെന്താ പറയുക ഗൈസ്, അവിടേക്ക് അടിച്ചാലേ സൂര്യന്റെ ഇടയ്ക്ക് എത്തൂല. കാരണം ഓഫ് സൈഡ് ആക്കി ഇവന്മാര് പറയുള്ളൂ. ഇതാണ് പ്രശ്നം. ഓക്കെ, മെസ്സി, സുര, കെന്നമരെ ചാടി പിടിച്ചു വെച്ചവരെ. കിട്ടിയടാ മൊക്കേന, പെപ്പെ കിട്ടി. ആംഗലോ ഗൈസ് കറങ്ങിയെടുക്കാനുള്ള ടൈം കിട്ടിയില്ല. ഡംഫ്രൈസ്, ത്രൂ പാസ്, ആംഗോലോ, പിന്നെ കിട്ടി. എടാ ഓഫ് സൈഡ്. പക്ഷെ നല്ലൊരു ചാൻസ് ആയിരുന്നു. സുഖമായിട്ട് അടിക്കായിരുന്നു കണ്ടോ. കറക്റ്റ് കയറുന്ന അടിക്കുമ്പോഴത്തേന്. പക്ഷേ എടാ ഇവൻ
പക്ഷേ ഓഫ് സൈഡ് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല മച്ചാമാരെ. യു ആർ റഷിംഗ് ദ പ്ലേ ഓഫ്. സ്മൈക്കിള് ഗൈസ്, ഇത് നടന്നില്ലെങ്കിൽ അടുത്തേക്ക് നമ്മുടെ പഴയ സ്ക്വാഡിലേക്ക് ഞാൻ പോകും കേട്ടോ. കാരണം എന്താ പറയാ ഗൈസ്, അതായത് നല്ല കാർഡുകൾ തന്നെയാണ്. ചില കാർഡുകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാത്ത ഇത് കിട്ടുകയും ചെയ്യും. സൂര്യ എന്റെ പോലെ ഗോളി കുറച്ച് സീനാന്ന് തോന്നുന്നു കേട്ടോ. ഗോളി അത്യാവശ്യം നല്ലോണം എടുക്കുന്നുണ്ട്. ഡംഫ്രൈസ്, നമ്മുടെ ജെറാഡല്ല ഈ പ്ലെയർ. ഓക്കെ, ആംഗലോ, സൂര്യ, നമ്മുടെ മെസ്സി, വെർമാലൻ ഗൈസ്. വെർമാലൻ അവിടെ നിന്ന് അനങ്ങുന്നില്ല ഗൈസ്. മൂവ്മൻ, ഡ്രാഗൺ, നമ്മുടെ സൂര്യ പെട്ടെന്നോട്ട് ചടപട പോയി ഗൈസ്. ജെറാഡ്, വെർമലൻ, ഗൈസ്. എടാ സംഭവം നൈസാട്ടോ, എടുക്കുന്നുണ്ട് സംഭവം. റൈഗാർഡ് മോശം കാർഡൊന്നും അല്ല. ഗുവെ, നമ്മുടെ ലൂയിസ് സുവാരസ്, കോണിയഗ്ലു. എടാ ഇവനോ മറ്റേ ഈ ബ്ലിറ്റ്സ് വരെ കിട്ടിയിട്ടുണ്ട്. അറോജോ അല്ല, ആംഗുലോ. മച്ചാമനടാ അപ്പൊ ഹാഫ് ടൈം ആയിട്ടുണ്ട്. അപ്പൊ നോക്കുകയാണെങ്കിൽ എന്താ പറയാ 5 ഷോട്ടാണ് ഓപ്പോണന്റ് അടിച്ചത്. സേവ് നമ്മുടെ 3 ഉണ്ട് ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, എംബാപ്പേനെ ഇറക്കിയാലോ എന്ന് എനിക്ക് ഇടുന്നുണ്ട്. കാരണം CF ആയിട്ട് ഫുൾ ഇതിലുണ്ട്. സാബിനെ ഇറക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ബാക്കി ആരും വലിയ വ്യത്യാസമൊന്നുമില്ല. ഒപ്പോണന്റ് എന്തെങ്കിലും മാറ്റം വരുത്തിയില്ല ഗൈസ്. അപ്പൊ നമ്മൾ എന്തായാലും കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഒപ്പോണന്റ് ഇനി ഹാഫ് ടൈമിന് ശേഷം എന്താ സംഭവിക്കാൻ നോക്കാം ഗൈസ്. ഗോയെങ്കിലും പിടിക്കണം. കാരണം ഇല്ല ഇത് എന്തായാലും ചാൻസ് കിട്ടി നമ്മൾ അടിക്കും ഉറപ്പായിട്ട്. കൂമൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ റൈഗാർഡ് എന്തത് ഗൈസ്. സാബിനെ ഇറക്കിയായിരുന്നു കേട്ടോ ഗൈസ്. ആംഗുലോ ചമനോട് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. എംബാപ്പെ, സാബി, പോട്ടെ ജെറാഡ് ഗൈസ്. അത് നല്ല സ്പീഡിൽ വരികയായിരുന്നു. അപ്പത്തേനും ഞാൻ ഇതാക്കി. റോണി, സുര, നമ്മുടെ ഈ പെപ്പെ, ഗുയെ, കോണിയഗ്ലു, കൂമൻ കിട്ടിയിട്ടുണ്ട്. ആംഗുലോ എടുക്കണ്ടായിരുന്നു. കൂമൻ, റോണി, പോട്ടെ, ജെറാഡ്, വീണ്ടും സ്റ്റോയ്ക്കോവിക് എടുക്കണേ. എടാ ഇവൻ നൈസായിട്ട് കളിക്കണ്ടിട്ടോ. സിൽവസ്റ്റർ ഓക്കെ, കറക്റ്റ് ടൈമില് ഗൈസ്. നമ്മുടെ എംബാപ്പെ എന്തായാലും അതിനുള്ള ഫോം ഉണ്ടാവും ഗൈസ്. ഡ്രാഗൺ, എടാ ഇത് നമ്മുടെ അതേ ഡബിൾ ടച്ച് ആയിരിക്കും, നടക്കില്ല. ഓക്കെ, നമ്മുടെ ആംഗലോ, ഓക്കെ, പെപ്പെ, എംബാപ്പെ, ഓക്കെ, പോട്ടെ. സാബി, നമ്മുടെ കിട്ടി വെച്ചവരെ. എടാ കിട്ടിയടാ പെപ്പെ. ഓഫ് സൈഡ്. ഇവൻ അവിടെയും വന്നപ്പോ ഓഫ് സൈഡ് ആണ് ഗൈസ്. രണ്ടാമത്തെ ഓഫ് സൈഡ് വെച്ചാൽ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അത് ബാക്ക് അടിച്ച് അടിക്കും. നമ്മൾ എങ്ങനെയെങ്കിലും പോവാ, എവിടെയെങ്കിലും എത്തിച്ചേരെ. പക്ഷേ ഗൈസ് അപ്പൊ പെപ്പേഗോയെന്ന് നമുക്ക് മാറ്റണോ ഗൈസ്? ഇതല്ല, ഞാൻ എന്താറിയോ ഈ ആംഗുലൊക്കെ അവിടെ മാറ്റാം ഗൈസ്. അതെന്താണെന്നറിയോ, അവനോട് ഓടി വരുന്നില്ല ചില സമയത്ത് ഗൈസ്. അപ്പൊ ഇവര് വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല ഗൈസ്. ഓൾറെഡി ഒപ്പോണന്റെ കയ്യിൽ നമ്മുടെ റുബിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ എന്തായാലും ഒരു ചാൻസ് നമ്മുടെ ഓൾഡ് സ്കൂൾ ആയിരുന്നു നമുക്കുണ്ടല്ലോ ഗൈസ്. പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഇതെന്താ വെച്ചാൽ പെട്ടെന്ന് ഒരു ഫസ്റ്റ് മാച്ചിന്റെ ഇതായത് പ്രശ്നമുണ്ട്. വെർമലൻ, കെന്നവാരോ, ഊമൻ കിട്ടി. റൂമിനി ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. കോണിയഗ്ലോ, പോട്ടെ സമ്മർ കിട്ടിയിട്ടുണ്ട്. പെപ്പെ, റോബർട്ടോ കാർലോസ്, നമ്മുടെ ഗ്രീസ്മാൻ. ഇവിടുന്ന് പണിയാക്കല്ലേ ഇത്. ഉമ്മാര് എവിടെ വേണമെങ്കിൽ ഗോൾ അടിക്കാം. അതാണ് സൂക്ഷിക്കണ്ടേ. പറഞ്ഞുണ്ട് സാവിയോളോ. റോബർട്ടോ കാർലോസിന്റെ തലേ തട്ടി പോയി ഗൈസ്. അപ്പൊ എന്തായാലും ഒരു കോർണർ പോയിട്ടുണ്ട്. നമ്മുടെ മെസ്സിയാണ് അടിക്കുന്നത്. മെസ്സി ടു എവിടേക്കിത്? കോടിയങ്ങളിലേക്ക്. എന്റെ പൊന്നെ സ്റ്റണ്ണിങ് ഷോട്ട് അടിച്ച, പക്ഷെ പോസ്റ്റിന് വെളിയിൽ കൂടെ പോയി. എന്തായാലും മച്ചാമാരുടെ നമുക്ക് അടിക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടുന്നില്ല. ഒന്നാമത് ഇനിയിപ്പോ കുഴപ്പമില്ല, സൂപ്പർ സബ് ഇറങ്ങി, മെസ്സി ഉണ്ട്, പിന്നെ എംബാപ്പെ ഉണ്ട്. എന്തായാലും നമുക്കിനി നമുക്ക് എന്തായാലും അടിക്കണം. നമ്മുടെ മെസ്സി ടു നമ്മുടെ സാബി ടു റൈഗാർഡ്. ഓക്കെ, കണ്ടോ ഇതാണ് പ്രശ്നം. ബട്ടണൊക്കെ എപ്പോഴേ ഞെക്കി, പക്ഷെ പോകുന്നില്ല വെച്ചാൽ ഇതാണ് പ്രശ്നം. എടുക്കെടുക്ക് റോബർട്ടോ കാർലോസ്. ഓക്കെ, നമ്മുടെ സാബി, മെസ്സി, എംബാപ്പെ. ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പൊ പോട്ടെ. ഓക്കെ, ഒരു ചാൻസ് ഉണ്ട്. എംബാപ്പെ, അതാ. എടാ ഇതൊന്നും ഫ്രീ കിക്ക് അല്ല, വിളിച്ചിട്ടുണ്ട് ഗൈസ്. എടാ ഇത് എവിടെ വീഴ്ത്തുന്നത്? ഇത് പെനാൾട്ടി ബോക്സിനുള്ളിലാണല്ലോ വീഴ്ത്തി അല്ലേ? ആണോ? അതാ റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ
ഹൂമന് ഒരു റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ എംബാപ്പേനെ ഇവന്മാര് വീഴ്ത്തി കഴിച്ച് അത് കറക്റ്റ് ഇതിൽ ഗോൾ ആവേണ്ടിയായിരുന്നു. പക്ഷെ വീണത് പെനാൾട്ടി അല്ലേ? ബോക്സിന്റെ ഉള്ളിൽ തന്നെ വലിച്ചിട്ട് അല്ലേ? ബോക്സിന്റെ ഉള്ളിൽ തന്നെ വലിച്ചിട്ടെ ഞാൻ കണ്ടില്ല കഴിച്ച്. ഇത് ഇവിടെയാണ് വെച്ചേക്കുന്നത്. എന്റെ പൊന്ന് കഴിച്ച് ഇതില്ല, എനിക്ക് ഇത്ര അടുത്ത് അടിക്കാൻ പറ്റും. പക്ഷെ ഇത് കുറെ ദിവസമായിട്ട് അടിച്ചിട്ട് ഓൾറെഡി ഫ്രീ കിക്ക് ആയത് നമുക്ക് മെസ്സിയിൽ വെച്ചെടുക്കാം. മെസ്സി ആവുമ്പോ കറക്റ്റ് കയറിക്കോളും കഴിച്ച്. ഇവിടെ വെക്കാം. ഇവിടെ ആവുമ്പോ നൈസായിട്ട് കയറിക്കോളും. ഓക്കെ, അവന്റെ തലക്കിട്ട് തന്നെ കിട്ടി കേസ്. അപ്പൊ കോർണർ കിക്കാണ് വെച്ചാൽ എന്തായാലും നമ്മുടെ റോബർട്ടോ കാർലോസിനെ വെച്ച് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അടിയിലേക്ക് കഴിച്ചു. അതാകുമ്പോ ആ സൈഡിൽ നിന്ന് ഒരാൾ വന്നടിക്കും. അതും നടന്നില്ല. അതും നമുക്ക് മനസ്സിലായി. മെസ്സി എടാ നമ്മുടെ എംബാപ്പെ പരിക്കായിട്ട് ദേ ഇതെന്ത് സംഭവം ഗൈസ്? അതെന്ത് സംഭവം? എംബാപ്പെ എടാ എടുക്കെടുക്ക് ഡിംഫ്രൈസ് സാബിയോസ് ഇവൻ ഇത്ര നേരം എവിടെയായിരുന്നു? ഗ്രീസ്മാൻ പെപ്പേഗോയെ ഓക്കെ കറങ്ങി വരട്ടെ. നമ്മുടെ റൈഗാർഡ് വീണ്ടും ഗ്രീസ്മാൻ. ഓക്കെ മെസ്സി നല്ലൊരു ചാൻസ് ഉണ്ട് നമ്മുടെ ഗ്രീസ്മാൻ ടു നമ്മുടെ സാബി ടു നമ്മുടെ മെസ്സിയിലേക്ക് ഡബിൾ ടച്ച് ഇടാൻ വീഴ്ത്തി ഗൈസ്. എന്താ പറയാ, ഡബിൾ ടച്ച് അല്ല ഗൈസ്, ഫ്രീ കിക്കും അല്ല. ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഇത് ഓഫ് സൈഡ് ആയിരുന്നു. മച്ചാമരുടെ ജലദോഷം കൂടെ പിടിച്ചിട്ട് ഗൈസ്. അപ്പൊ നോക്കുകയാണെങ്കിൽ എംബാപ്പെ ഉണ്ടല്ലോ, പക്ഷെ ഒന്നും ആയിട്ടുമില്ല ഗൈസ്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ റൊണാൾഡോനെ ഇറക്കാം. റൊണാൾഡോ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഷുവറായിട്ട് ഒരു ഗോൾ കയറും ഉറപ്പാണ്. നമ്മുടെ ഇത് കിട്ടിയിട്ട് നമുക്ക് അങ്ങനെ മെസ്സിയിൽ വെച്ച് കളിക്കാം. ലൂക്ക മോഡ്രിച്ച് എപ്പോ ഇറങ്ങിയാണ് കഴിച്ചാൽ അതാ പോടും ക്ലിയർ. എടാ എന്താണ് ഇത്? മെസ്സി അടിച്ചു. ഇയാടെ കഴിച്ചാണ് ഞാൻ ടാങ്ക് ഉണ്ട് സാധനം വരെ ഞെക്കിയാണ് കഴിച്ചത്. ഇതൊന്നും ആവാത്ത ഞാൻ റോബർട്ടോ കാർലോസിനെ വെച്ച് ക്ലിയർ ഞെക്കി പാസ് ഞെക്കി, അതുവരെ വർക്കായില്ല. റൈഗാർഡ് ഇതെന്താന്ന് ഒരു പിടുത്തല്ല. ഗ്രീസ്മാൻ ടു റൊണാൾഡോ. അപ്പൊ ഗ്രീസ്മാനിലേക്ക് വീട്ടിൽ കിട്ടിയിട്ടുണ്ട് നമ്മുടെ. ഓക്കെ റൊണാൾഡോ തിരിഞ്ഞോളൂ, അടിച്ചോ. ഇതാണ് പ്രശ്നം മച്ചാമ്മയുടെ സണ്ണ് ഗൈസ്. അപ്പൊ മാച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മാച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു ഫസ്റ്റ് ഇംപ്രഷൻ ആയിട്ട് എടുക്കാൻ പറ്റില്ല മച്ചാമ്മരെ. എടാ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് പഴയ ടീമായിരുന്നു ചിലപ്പോ നമ്മൾ ഡ്രോ എങ്കിലും പിടിച്ചേനെ. ലോസ് ആയിന്റെ അല്ല, പക്ഷെ എന്നാലും നമ്മളെ റൊണാൾഡോനെ വെച്ച് എംബാപ്പെ നടന്നില്ല ഗൈസ്. അപ്പം നെറ്റ്വർക്ക് ഗ്രാഫ് ഒക്കെ നോക്കി നമുക്ക് ഓപ്പോണന്റ് ആയിരുന്നു. നമ്മൾ എന്തായാലും കിടലിലൊരു ഓപ്പോണന്റ് ആയിരുന്നു. നല്ലോണം മാച്ച് കളിച്ചിട്ടുണ്ട് അവൻ എംബാപ്പെ ഗൈസ്. അപ്പൊ ഇതാണ് ഓപ്പോണന്റ് ഗൈസ്. അപ്പൊ ഡിവിഷൻ റാങ്ക് 3203 ഒരു പ്ലെയറാണ് നമ്മളോട് കളിച്ചത്. അപ്പൊ ഗൈസ് ഒരു കിടിലൻ മാച്ച് ആയിരുന്നു. അപ്പം പ്ലെയർ ഓഫ് ദ ഡേ അത്യാവശ്യം നല്ല കാർഡാണ്. അപ്പൊ നമുക്ക് ഇനിയും വരുന്നതിൽ ഓരോ ഇതുപോലത്തെ വെറൈറ്റി കാർഡ്സും കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ ഗൈസ് എന്താ പറയാ, ഫൗൾ ഉണ്ടോന്ന് ചോദിച്ചാൽ ഓഫ് സൈഡ് കുറെ കൂടുതലുണ്ട്. ഒരു 5 ഓഫ് സൈഡ് അങ്ങനെ കിട്ടി മച്ചാവരെ. പിന്നെ AMFന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, കറക്റ്റ് നമുക്ക് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി സ്പീഡ് കിട്ടിയാലും സ്പീഡ് കുറവായ കാർഡായതുകൊണ്ട് അവിടെ ഒന്നും ചെയ്യാനും പറ്റിയില്ല. അപ്പം ഗൈസ് നിങ്ങൾക്കും ഇതുപോലെയൊക്കെ 1-2 ഉറപ്പടി കമന്റ് അടുത്തൊരു വീഡിയോയിലായിട്ടും നമ്മുടെ മെയിൻ ചാനലിൽ ലൈവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ലൈവിലൊക്കെ ആയിട്ട് കണ്ടില്ലെങ്കിൽ ഓക്കെ ബൈ ഗൈസ്.